നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. നേത് ഹിമാറിനെ എനിക്ക് കണി കണ്ടത്. ഹോട്ട് സീറ്റിൽ ഇന്ന് വീണ്ടും രേണുസുധി ആളെ കിട്ടിപ്പോയി മതി. ഏത് ഷോയ്ക്ക് ചെന്നാലും കുപ്രസിദ്ധിയാണ്. അതായത് ഞാനത് പറയുന്നോണ്ടും തോന്നരുത്, ഒരിക്കലും ഇല്ല. പച്ചയ്ക്ക് ഞാൻ പറയുകയാണ്, ഏത് ഷോയ്ക്ക് ചെന്നാലും രേണുവിന് കുപ്രസിദ്ധിയാണ്. താങ്കൾ പച്ചക്കാണല്ലോ പറയുന്നത്, പറഞ്ഞോളൂ. പക്ഷെ ഇപ്പോ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് അങ്ങ് വന്നിരുന്ന് മെഴുകുവാണ്. അപ്പോ ആ ഒരു ചീത്ത മുഴുവൻ എനിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. മനഃപൂർവ്വം ഒരു ഹോട്ട് സീറ്റിൽ വന്നാൽ ഒരു പക്ഷേ ഈ ഇന്റർവ്യൂ വെച്ച് അല്ലെങ്കിൽ ഈ ഒരു ഷോ വെച്ചിട്ട് താങ്കൾക്ക് നല്ലൊരു പേര് കിട്ടുമെന്ന് താങ്കൾ കരുതി അങ്ങനെ പ്ലാൻഡ് ആയിട്ട് വന്നതാണോ? അങ്ങനെ പ്ലാൻഡ് ആയിട്ട് വന്നൊന്നുമല്ല. ഇതിനെ ഓരോരുത്തരുടെ പ്രേക്ഷകരുടെ ഓരോ എന്താ പറയാ, അവര് വിലയിരുത്തുന്നത് അനുസരിച്ചിരിക്കും നമുക്ക് വരുന്ന ആ ഔട്ട്പുട്ട്. സോ അവര് അങ്ങനെ ആയിരിക്കും വിലയിരുത്തിയത്. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അരികയുടെ കണ്ണുകൂടെ കണ്ടായിരിക്കും, എനിക്കറിയില്ല. അപ്പൊ ഞാൻ അഹങ്കാരിയാണെന്നാണോ രേണു പറയുന്നത്? ഞാൻ അങ്ങനല്ല പറഞ്ഞത്. നാട്ടുകാരി പേര് അഹങ്കാരി എന്നാ വിളിക്കുന്നത്. അതെന്റെ കുഴപ്പമല്ല. ആക്കല്ലേ, തൊഴിൽ രഹിതരെ ആക്കല്ലേ, ഇത് മനഃപൂർവ്വമാണ്. അഹങ്കാരികളെല്ലാം ഇപ്പോഴും പറയുന്നത് ഇങ്ങനെ, എനിക്ക് വിനയം ഉണ്ടെന്നാ പറയാറ്. ഞാൻ വിനയുണ്ടെന്ന് പറഞ്ഞു നടക്കാറില്ല. എന്റെ ഓരോ വാക്കുകളിലാണ് പ്രേക്ഷകർ വിനയം കണ്ടെത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അഭിനയിക്കുന്ന എല്ലാ നായികമാരെയും നായകന്മാരെയും ഒക്കെ തെറി വിളിക്കണമല്ലോ, അതൊന്നും കേൾക്കുന്നില്ലല്ലോ. അതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നെ തെറി വിളിക്കുന്നതിന്? ഞാൻ പറയാൻ പറ്റുമോ അവരെ ഓരോരുത്തരെടുത്ത് അവരുടെ ഫോൺ മേടിച്ചിട്ട് എന്നെ തെറി വിളിക്കരുത്, എന്നെ നല്ല ടൈപ്പ് ചെയ്യും പറയാൻ പറ്റൂല. അപ്പൊ അതിന്റെ പേരിൽ കുറെ അധികം ഏതാണ്ട് 10,000-കണക്കിന് തെറികളാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ 15 എനിക്ക് 12K മേളിൽ തെറി മാത്രമാ, തെറിയുടെ എണ്ണം മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അതിന്റെ എനിക്ക് ഒരു ഇമോഷണൽ ഇത് വന്നിട്ട് ഞാൻ അത് റിയാക്ട് ചെയ്യുന്നുണ്ട് എന്റെ സ്വന്തം ചാനലിൽ ഇരുന്നുകൊണ്ട്. അത് കണ്ടിട്ടും ആൾക്കാര് എന്നെ പിന്നെയും തെറി വിളിക്കുകയാണ് ചെയ്തു. എന്തുകൊണ്ട് താങ്കൾ ഒരു ലൈവിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ല? അത് വളരെ മോശമായി പോയില്ലേ? ശാരിക, ഞാനൊരു കാര്യം ചോദിക്കൂ. അതായത് ഇപ്പൊ ശാരിക പറഞ്ഞല്ലോ, ശാരികക്കെതിരെ കുറ്റം വന്നിട്ട് ഞാനത് വെളുപ്പിച്ചില്ല, അതായത് ഞാൻ ലൈവിൽ പോയില്ലെന്ന്. എനിക്കതിന്റെ ആവശ്യം എന്താണ്? കാരണം ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്, ശാരിക ഒരു ആങ്കർ ആണ്. ശാരികയുടെ ജോലി ശാരിക ചെയ്യുന്നു, രേണുസുധിയുടെ ജോലി രേണുസുധി ചെയ്യുന്നു. സോ എനിക്ക് നെഗറ്റീവ് വന്ന ശാരിക പ്രതികരിക്കുവോ? കിട്ടിയല്ലോ. കോട്ടയം സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.